السلام عليكم ورحمة الله. أشهد أن لا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഫെബ്രുവരി 20-ാം തീയതി അഹ്മദിയ ജമാഅത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ ഒരു മകന്റെ ജനനത്തെക്കുറിച്ചുള്ള സുവാർത്ത നൽകപ്പെട്ടിരുന്നു. അദ്ദേഹം ദീനിന്റെ സേവകനായിരിക്കും, ദീർഘായുസ് പ്രാപിക്കും, അതുപോലെ മറ്റനേകം പ്രത്യേകതകൾ ഉള്ള ആളായിരിക്കും. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, മറിച്ച് ഇത് മഹത്തായ ഒരു ആകാശീയ അടയാളമാണ്. ഇത് സർവശക്തനായ അല്ലാഹു നമ്മുടെ നബി കരീം റഊഫെ റഹീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യവും മഹത്വവും പ്രകടമാക്കുന്നതിന് വേണ്ടി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ അടയാളം ഒരു മൃതനായവനെ ജീവിപ്പിക്കുന്നതിനേക്കാൾ നൂറുകണക്കിനിരട്ടി ഉന്നതവും മഹത്വവും പരിപൂർണവും ശ്രേഷ്ഠവും സമ്പൂർണവുമാണ്. കാരണം മരിച്ചവനെ ജീവിപ്പിക്കുന്നതിന്റെ യാഥാർത്ഥ്യം ഇതാണ്: ദൈവീക സമക്ഷത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഒരാത്മാവിനെ തിരിച്ചു വിളിക്കുക. അത് തെളിയിക്കുന്നതിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, അവന്റെ ഔദാര്യത്താൽ, അവന്റെ ബർക്കത്തുകൊണ്ട് ഹസ്രത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ വിനീതന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു അനുഗ്രഹീത ആത്മാവിനെ അയക്കുന്നതിനെ കുറിച്ച് വാഗ്ദാനം നൽകി. അതിന്റെ ആന്തരികവും ബാഹ്യവുമായ അനുഗ്രഹങ്ങൾ മുഴുവൻ ഭൂമിയിലും വ്യാപിക്കും. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ അടയാളം മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് തുല്യമായി തോന്നാം. എങ്കിലും ചിന്തിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അടയാളം മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ നൂറുകണക്കിന് ഇരട്ടി മഹത്തരമാണ്. മരിച്ചവരുടെ ആത്മാവും ദുആ മുഖേന തിരിച്ചുവരും. ഇവിടെയും ദുആ മുഖേന ഒരു ആത്മാവ് വിളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ റൂഹും ഈ റൂഹും തമ്മിൽ ലക്ഷക്കണക്കിന് ദൂരത്തിന്റെ വ്യത്യാസമുണ്ട്. പിന്നീട് സ്വന്തക്കാരും അന്യരും കാണുകയുണ്ടായി. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രവചനം വലിയ പ്രഭാവത്തോടുകൂടി പുലരുകയുണ്ടായി. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം കാലം തെളിയിച്ചതുപോലെ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി ആയിരുന്നു. ജമാഅത്തിലെ പണ്ഡിതന്മാരും ജമാഅത്ത് അംഗങ്ങളും വിശ്വസിച്ചിരുന്നു ഈ പ്രവചനം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഒരിക്കലും തന്നെ സ്വയം ഇക്കാര്യം പ്രകടിപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രവചനം എന്നെക്കുറിച്ചാണ് എന്ന്.
ഞാനാണ് മുസ്ലിം മൗദിന്റെ പ്രവചന പൂർത്തീകരണം എന്ന്. അങ്ങനെ ഏതുവരെ എന്നാൽ അങ്ങയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 30 വർഷം കഴിഞ്ഞുപോയി. അവസാനം 1944 അവിടുന്ന് ഇക്കാര്യം പ്രഖ്യാപിച്ചു, അതായത് ഞാനാണ് മുസ്ലിം മൗദ്. ഇന്ന് ഞാൻ ഹസ്രത്ത് മുസ്ലിം മൗദിനെ കുറിച്ച് ചുരുങ്ങിയ നിലയിൽ അങ്ങയുടെ വാക്കുകളിൽ തന്നെ ചില കാര്യങ്ങൾ വിവരിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മുസ്ലിം മൗദ് തന്റെ ജനുവരി 28, 1944 ഖുത്ബയിൽ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിവരിക്കുക എന്നത് എന്റെ പ്രകൃതം അനുസരിച്ച് എനിക്ക് പ്രയാസകരമായിട്ടുള്ളതാണ്. എന്നാൽ ചില നുബുവത്തുകളും ദൈവിക വിധികളും ഈ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രകൃതത്തിന് പ്രയാസകരമായിരുന്നിട്ടും ഇത് ഞാൻ വിവരിക്കുന്നതിൽ നിന്ന് എനിക്ക് വിട്ടുനിൽക്കാൻ സാധ്യമല്ല. പിന്നീട് അവിടുന്ന് തന്റെ ഒരു സുദീർഘമായ സ്വപ്നം വിവരിച്ചു. അതിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, മുസ്ലിം മൗദിനെ കുറിച്ചുള്ള ആ പ്രവചനം അള്ളാഹു എന്റെ അസ്തിത്വത്തിനു വേണ്ടി നിശ്ചയിച്ചതായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും തന്നെ അദ്ദേഹം വ്യക്തമായി ഈ കാര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അവിടുന്ന് പറയുന്നു, ആളുകൾ പറഞ്ഞു, വീണ്ടും വീണ്ടും പറഞ്ഞു, താങ്കൾക്ക് ഈ പ്രവചനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്നാൽ എന്റെ അവസ്ഥ ഇതായിരുന്നു, ഞാൻ ഒരിക്കലും തന്നെ ഗൗരവമായ നിലയിൽ ഈ പ്രവചനങ്ങളെ വായിക്കാനുള്ള ശ്രമം പോലും നടത്തിയിരുന്നില്ല. എന്റെ മനസ്സ് എന്നെ വഞ്ചിക്കരുത് എന്ന ഒരു ചിന്ത കൊണ്ട്. അങ്ങനെ ഞാൻ യാഥാർത്ഥ്യത്തിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെ കുറിച്ച് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി. നോക്കുക, യഥാർത്ഥത്തിലുള്ള ആൾ ഇത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്നു. എന്നാൽ തലതിരിഞ്ഞ് മറ്റുള്ളവർ അടയാളം ഇല്ലാതെ തന്നെ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആളുകളെ ഭ്രാന്തന്മാർ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും? ഏതായിരുന്നാലും ഈ പ്രവചനത്തെക്കുറിച്ചുള്ള തന്റെ നാണവും വിഹലതയും അവിടുന്ന് ഒരു സ്ഥലത്ത് പ്രകാരം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഹദ്റത്ത് ഖലീഫ അവ്വൽ ഒരിക്കൽ എനിക്കൊരു കത്ത് നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് നിന്റെ ജനനത്തെക്കുറിച്ച് എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയതാണ്. ഈ കത്ത് തഷ്ഹീദുൽ അസ്ഹാനിൽ പ്രസിദ്ധീകരിക്കുക. ഈ തഷ്ഹീദുൽ അസ്ഹാൻ മാസിക ഹദ്റത്ത് മുസ്ലിം മൗഊദ് ആണ് ആരംഭിച്ചത്. അങ്ങ് തന്നെയാണ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ഖലീഫ അവ്വലിനെ ബഹുമാനിച്ചുകൊണ്ട് ആ കത്ത് വാങ്ങി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അന്നും അത് ശ്രദ്ധയോടുകൂടി വായിച്ചിരുന്നില്ല. ആളുകൾ ആ സമയത്തും പല വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു കത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ. എന്നാൽ ഞാൻ ശബ്ദനായിരുന്നു. ഞാൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ ആരെക്കുറിച്ചാണോ അത് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും പറയുകയും ചെയ്യണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഏതൊരാളെ കുറിച്ചാണോ ഈ പ്രവചനങ്ങൾ, അദ്ദേഹം ഞാനാണ് ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയേണ്ടതും നിർബന്ധമില്ല. ഉദാഹരണമായി അവിടുന്ന് പറയുകയാണ്, റെയിലിനെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് റെയിൽ ആരംഭിക്കും. വിശ്വസിക്കുന്നവർ ഇത് വിശ്വസിക്കുന്നു. ഈ പ്രവചനം പുലർന്നിരിക്കുന്നു എന്ന്. കാരണം സംഭവങ്ങളെ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. റെയിൽ സ്വയം ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് വാദിക്കേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും ആളുകൾ വിവിധ പ്രവചനങ്ങൾ എന്നെക്കുറിച്ചുള്ളത് എന്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് ഞാൻ അതിന്റെ പൂർത്തീകരണമാണ് എന്ന് എന്നെക്കൊണ്ട് സ്വയം പറയിപ്പിക്കാൻ ശാഠ്യം പിടിച്ചു. എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു, പ്രവചനം അതിന്റെ പൂർത്തീകരണം സ്വയം വെളിപ്പെടുത്തും. അഥവാ ഈ പ്രവചനങ്ങൾ എന്നെക്കുറിച്ചാണ് എങ്കിൽ കാലഘട്ടം സ്വയം കാണിക്കുന്നതായിരിക്കും. ഞാനാണ് ഇതിന്റെ പൂർത്തീകരണം. ഇനി അഥവാ എന്നെക്കുറിച്ചല്ല എങ്കിൽ കാലഘട്ടത്തിന്റെ സാക്ഷ്യം എനിക്കെതിരായിരിക്കും. രണ്ടു രൂപത്തിലും എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അഥവാ എന്നെക്കുറിച്ചല്ല എങ്കിൽ ഞാൻ എന്തിനു പാപിയാകണം? ഇനി അഥവാ എന്നെക്കുറിച്ചാണ് എങ്കിൽ എനിക്ക് ധൃതി കാണിക്കേണ്ട ആവശ്യവുമില്ല.
അള്ളാഹു സ്വയം യാഥാർത്ഥ്യം വെളിപ്പെടുത്തും. ഏതുപോലെ ഇൽഹാമിൽ പറയപ്പെട്ടിട്ടുണ്ട്, അവർ ചോദിച്ചു, വരും എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണോ? ഇത് ഇൽഹാമിന്റെ വാചകങ്ങളായിരുന്നു. ആളുകൾ ഈ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചു. അങ്ങനെ അതിൽ ഒരു നീണ്ടകാലം കടന്നുപോയി. ഈ നീണ്ടകാലത്തെക്കുറിച്ചും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമിൽ അറിയിപ്പുകൾ ഉണ്ട്. ഉദാഹരണമായി ഹസ്രത്ത് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഹസ്രത്ത് യൂസുഫിന്റെ സഹോദരന്മാർ പറഞ്ഞു. ഹസ്രത്ത് യാക്കൂബിനോട് പറഞ്ഞു, നീ ഇതുപോലെ യൂസുഫിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണോ? അങ്ങനെ നിന്റെ മരണം വന്നെത്തും, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഇതേ ഇൽഹാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉണ്ടായി. അതുപോലെ യൂസുഫിന്റെ സുഗന്ധം എനിക്ക് വരുന്നു എന്ന ഇൽഹാം ഉണ്ടായതും ഇങ്ങനെയും അദ്ദേഹത്തിന് ഇൽഹാം ഉണ്ടായി. അവിടുന്ന് ഇതും ഒരു കവിതയിൽ വിവരിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് ഈ കാര്യം ഒരു നീണ്ട കാലത്തിനു ശേഷമായിരിക്കും പ്രകടമാവുക. കാരണം ഹദ്റത്ത് യൂസുഫും തന്റെ പിതാവിനെ വളരെ നീണ്ട കാലത്തിനു ശേഷമാണ് കണ്ടുമുട്ടിയത്. അങ്ങനെ ആ പ്രവചനം പൂർത്തിയായി. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. അഥവാ മരണം വരെയും എന്നിൽ ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ പോലും, അതായത് ഈ പ്രവചനങ്ങൾ എന്നെക്കുറിച്ചാണ് എന്ന്, അപ്പോഴും സംഭവങ്ങൾ പറഞ്ഞു തരും. ഈ പ്രവചനങ്ങൾ എന്റെ കൈകൾ കൊണ്ടും എന്റെ കാലഘട്ടത്തിലുമാണ് പൂർത്തിയായത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതിന്റെ പൂർത്തീകരണം. എന്നാൽ അള്ളാഹു തന്റെ ഇംഗിതം അനുസരിച്ച് ഈ കാര്യം വെളിപ്പെടുത്തി എനിക്ക് അറിവും നൽകി. മുസ്ലിം മൗദിനെ കുറിച്ച് ബന്ധമുള്ള പ്രവചനങ്ങൾ എന്നെക്കുറിച്ചാണുള്ളത്. അവിടുന്ന് ചില പ്രവചനങ്ങൾ ചുരുങ്ങിയ നിലയിൽ വിവരിച്ചു. ഉദാഹരണത്തിന്, അവൻ 3-നെ 4 ഇതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ തിങ്കളാഴ്ച, അനുഗ്രഹീത തിങ്കളാഴ്ച എന്നത്, ഇതിനെക്കുറിച്ചും ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഈ 2 കാര്യങ്ങളും അവിടുന്ന് ഈ വിധത്തിൽ വിശദീകരിച്ചു. 3-നെ 4 എന്ന പ്രവചനത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിന്താഗതി ഈ ഭാഗത്തേക്കാണ് പോയത്. അവൻ 3 ആൺമക്കളെ 4 അഥവാ ഈ അർത്ഥം എടുക്കുകയാണെങ്കിൽ 4-മത്തെ മകൻ എന്ന അർത്ഥത്തിലും അർത്ഥം വ്യക്തമാണ്. എനിക്ക് മുമ്പ് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ്, മിർസ ഫസൽ അഹമ്മദ് സാഹിബ്, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അവൽ എന്നിവർ ജനിച്ചു. 4-മനായി ഞാൻ ജനിച്ചു. എനിക്ക് ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് 3 ആൺകുട്ടികളുണ്ടായി. ഈ അർത്ഥത്തിലും ഞാൻ 3-നെ 4 തീർന്നു. അതുപോലെ എന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിന് അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ തൗഫീക്ക് നൽകി. അങ്ങനെയും ഞാൻ 3-നെ 4 മാറി. അങ്ങനെ 3-നെ 4 ഞാൻ 3 വിധത്തിലായി. അഥവാ ഇതിനെ മക്കൾ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ. എന്നാൽ എന്റെ തലച്ചോറിനെ അള്ളാഹു ഈ ഭാഗത്തേക്ക് തിരിച്ചു. ഇൽഹാമിൽ അവൻ 3 ആൺകുട്ടികളെ 4 എന്ന് പറഞ്ഞിട്ടില്ല. ഇൽഹാമിൽ ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അവൻ 3-നെ 4 എന്റെ അഭിപ്രായ പ്രകാരം ഇത് അവന്റെ ജനന തീയതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവചനം 1886 ആരംഭത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഈ പ്രവചനം മുസ്ലിം മൗദിനെ കുറിച്ച് 1886 നടത്തിയത്. എന്റെ ജനനം 1889 1889 അതായത് 1889 3-നെ 4 എന്ന പ്രവചനത്തിൽ ഈ അറിയിപ്പ് നൽകിയിരുന്നു. അവന്റെ ജനനം 4-ാം വർഷത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തിങ്കളാഴ്ച, അനുഗ്രഹീത തിങ്കളാഴ്ച എന്നത്, അതിന് മറ്റ് അർത്ഥങ്ങളും കാണാം. എന്നാൽ എന്റെ അഭിപ്രായ പ്രകാരം ഇതിന്റെ വ്യക്തമായൊരു വിശദീകരണം ഇതാണ്: തിങ്കളാഴ്ച ആഴ്ചയിലെ 3-ാമത്തെ ദിവസമാണ്. മറുഭാഗത്ത് ആത്മീയ ലോകത്ത് പ്രവാചകന്മാരുടെയും അവരുടെ ഖലീഫമാരുടെയും കാലഘട്ടം വ്യത്യസ്തമായിരിക്കും. ഏതുപോലെ നബിയുടെ കാലഘട്ടം സ്വന്തം നിലയിൽ ഒരു സ്ഥിരമായ കാലഘട്ടമായിരിക്കും, അതുപോലെ
ഖലീഫയുടെ കാലഘട്ടവും അതിന്റേതായ നിലയിൽ ഒരു സ്ഥിരമായ കാലഘട്ടമായിരിക്കും. ഈ വിധത്തിൽ ചിന്തിച്ചു നോക്കൂ. ആദ്യത്തെ കാലഘട്ടം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതായിരുന്നു. രണ്ടാമത്തെ കാലഘട്ടം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിന്റേതായിരുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, മൂന്നാമത്തെ കാലഘട്ടം എന്റേതാണ്. ഇതിനെ അള്ളാഹുവിന്റെ മറ്റൊരു ഇൽഹാമും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വിശദീകരണത്തെ ആ ഇൽഹാം ഇതാണ്: ഫദ്ലെ ഉമർ, ഹസ്രത്ത് ഉമറും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി മൂന്നാമത്തെ സ്ഥാനത്താണ് ഖലീഫയത്. തിങ്കളാഴ്ച, അനുഗ്രഹീത തിങ്കളാഴ്ച എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഏതെങ്കിലും ഒരു പ്രത്യേക ദിനം പ്രത്യേകം അനുഗ്രഹങ്ങൾക്ക് കാരണമാകും എന്നല്ല, മറിച്ച് അതിന്റെ ഉദ്ദേശം ഇതാണ്: മുസ്ലിം മൗഊദിന്റെ കാലഘട്ടത്തിന്റെ ഉദാഹരണം അഹമ്മദിയത്തിന്റെ കാലഘട്ടത്തിൽ തിങ്കളാഴ്ച പോലെയായിരിക്കും. അതായത് ഈ പരമ്പരയിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദീനീ സേവനത്തിന് വേണ്ടി ഏതൊരാളെയാണോ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത്, അതിൽ അദ്ദേഹം മൂന്നാമത്തെ സ്ഥാനത്തായിരിക്കും. ഫദ്ലെ ഉമർ എന്ന ദൈവീക നാമകരണത്തിലും ഇതിലേക്കുള്ള സൂചനയാണുള്ളത്. അതായത് കലാമുല്ലായിൽ യുഫസ്സിറു ബഅദഹു ബഅദ എന്നതനുസരിച്ച് ഫദ്ലെ ഉമർ എന്ന വാക്ക് ചൊവ്വാഴ്ചയാണ്, അനുഗ്രഹീത ചൊവ്വാഴ്ച എന്നതിന്റെ വിശദീകരണം നൽകുകയുണ്ടായി. പറഞ്ഞു, എന്നാൽ ഈ ഇൽഹാമിൽ മറ്റൊരു വാർത്തയും ഉണ്ട്. അള്ളാഹു അനുഗ്രഹീത ചൊവ്വാഴ്ച ഈ ഒരു മാർഗത്തിലൂടെയും ഉണ്ടാക്കും. അത് പറയുന്നു, അതെന്റെ കഴിവിൽപ്പെട്ടതല്ല, ഒരു മനുഷ്യനും ഇത് പറയാൻ സാധിക്കുകയില്ല. ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൽപ്പിച്ചുകൂട്ടി ആണ് അത് പ്രകടിപ്പിച്ചതാണ് എന്ന്. അതായത് തെഹ്രീക്കെ ജദീദിന്റെ തുടക്കം അത് 1934 അത്തരമൊരു സാഹചര്യത്തിലാണ് തുടങ്ങിയത്. അവിടുന്ന് പറയുന്നു, അത് എന്റെ കഴിവിൽപ്പെട്ടതായിരുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു പ്രവൃത്തി, അതിൽ ജമാഅത്തിനെതിരിൽ കഠിനമായ ചുവടുവെപ്പുകൾ എടുക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അഹ്റാരികളുടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ കാരണം അവിടുന്ന് പറയുകയാണ്, അള്ളാഹു ഈ പദ്ധതിയെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഇൽഖാ ചെയ്തു. ഈ പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്കായി ഞാൻ 10 വർഷം നിശ്ചയിച്ചു. ഓരോ മനുഷ്യനും ത്യാഗം ചെയ്യുമ്പോൾ ത്യാഗത്തിനു ശേഷം അവരിൽ പെരുന്നാളിന്റെ ഒരു ദിവസം വരുന്നു. അതുകൊണ്ട് നോക്കുക, റമദാനിലെ നോമ്പിന് ശേഷം പെരുന്നാൾ വരുന്നു. അതുപോലെ നമ്മുടെ 10 വർഷ തെഹ്രീക്കെ ജദീദ് അവസാനിക്കുമ്പോൾ അത് അതുവരേക്കും അന്ന് അവസാനിച്ചിരുന്നില്ല. അടുത്ത വർഷം നമുക്ക് പെരുന്നാളിന്റെ വർഷമായിരിക്കും. ഈ വർഷം 1944 അവസാനിക്കുന്നത്. അവിടുന്ന് പറയുന്നത് ഇത് അത്ഭുതകരമായ കാര്യമാണ്. 1945 വർഷം അഥവാ തെഹ്രീക്കെ ജദീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഇത് 10 വർഷത്തേക്കുള്ള പദ്ധതിയായിരുന്നു. ഇപ്പോൾ 11ാം വർഷമാണ്. അത് പെരുന്നാളിന്റെ വർഷമാണ്. ഈ വർഷം പീർ കൊണ്ടാണ് ആരംഭിക്കുന്നത്. പീർ എന്ന ദിവസം തിങ്കളാഴ്ചയാണ്. അള്ളാഹു ഈ വാക്കുകളിൽ ഈ അറിയിപ്പ് നൽകിയിരുന്നു. ഈ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ അങ്ങേയറ്റം ബലഹീനമായ കാലഘട്ടത്തിൽ, അതിന്റെ പ്രചാരണത്തിനായി ഒരു സുപ്രധാനമായ തബ്ലീഗി പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം കുറിക്കപ്പെടും. അങ്ങനെ അതിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീത കാലഘട്ടമായിരിക്കും. നാം കാണുന്നു, അവസ്ഥകൾ അത് തെളിയിക്കുകയും ചെയ്തു. തെഹ്രീക്കെ ജദീദിലൂടെ ലോകത്തിലെ എല്ലാ കോണുകളിലും ഇസ്ലാം അഹമ്മദിയത്തിന്റെ തബ്ലീഗ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കാണുന്നു, തെഹ്രീക്കെ ജദീദിന്റെ പദ്ധതിയും അതിന്റെ അനേകം ദശകങ്ങൾ പൂർത്തിയാക്കി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എവിടെയാണോ അഹമ്മദിയത്തിന്റെ ചെടി നടപ്പെട്ടിരിക്കുന്നത് അവിടെ അത് സ്ഥാപിതമാണ്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ആ നീണ്ട സ്വപ്നം, അതിനുശേഷമാണ് ഹദ്റത്ത് മുസ്ലിം മൗഊദ് താൻ മുസ്ലിം മൗഊദാണ് എന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനെക്കുറിച്ച് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആ സ്വപ്നത്തിൽ എന്റെ നാവിൽ ഈ വാചകം വന്നു: അനൽ മസീഹുൽ മഊദ് മസീലുഹു വ ഖലീഫത്തുഹു. ഈ വാക്കുകൾ എന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് വിസ്മയകരമായ കാര്യമായിരുന്നു. അവിടുന്ന് പറയുന്നു, ഉണർന്നപ്പോഴും ഇത് എന്നെക്കുറിച്ച് വിസ്മയകരമായ വാക്കുകളായിരുന്നു. എന്നാൽ സ്വപ്നത്തിലും എനിക്ക് ഈ ഒരു തോന്നലുണ്ടായി, ഈ അത്ഭുതകരമായ വാക്കുകൾ എന്റെ നാവിൽ നിന്ന് എങ്ങനെയാണ് പുറപ്പെട്ടത്. പറയുന്നു, പിന്നീട് ചിലർ ഈ സ്വപ്നം കേട്ടപ്പോൾ പറഞ്ഞു, മസീഹി നഫ്സ് ആയിരിക്കും
എന്ന പരാമർശം ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫെബ്രുവരി 20, 1986 വിളംബരത്തിലാണുള്ളത്. അടുത്ത ദിവസം മൗലവി സർവർ ഷാ സാഹിബ് പറഞ്ഞു, വിളംബരത്തിലുള്ള വാക്കുകൾ ഇതായിരിക്കും: അവൻ ലോകത്ത് വരും, തന്റെ മസീഹി നഫ്സ് കൊണ്ടും റൂഹുൽ ഹക്കിന്റെ അനുഗ്രഹം കൊണ്ടും ഒരുപാട് പേരെ രോഗത്തിൽ നിന്ന് മുക്തരാക്കും. അവിടുന്ന് പറയുന്നു, ഞാനും സ്വപ്നത്തിൽ കണ്ടിരുന്നു, ഞാൻ ബിംബങ്ങൾ ഉടച്ചിരിക്കുന്നു. ഒരുപാട് ബിംബങ്ങളുണ്ട്, ഞാനതെല്ലാം ഉടച്ചിരിക്കുന്നു. അതിലും ഈ ഒരു സൂചനയാണുള്ളത്: അദ്ദേഹം റൂഹുൽ ഹക്കിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് പേരെ രോഗത്തിൽ നിന്ന് മുക്തരാക്കും. റൂഹുൽ ഹക്ക് എന്നത് തൗഹീദിന്റെ റൂഹിനെയാണ് പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിക പ്രചാരണത്തിന്റെ അടിസ്ഥാനം ലോകത്ത് കുറിച്ചുകൊണ്ട് ലോകത്തിലെ ഹൃദയങ്ങളെ ശിർക്കിൽ നിന്നും വിശുദ്ധീകരിച്ചു. പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗത്തിൽ നടക്കുകയല്ല, മറിച്ച് ഓടുകയാണ്. ഭൂമി എന്റെ കാൽക്കീഴിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്ത പുത്രനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഈ കാര്യമുണ്ട്: അവൻ വളരെ പെട്ടെന്ന് വളരുന്നതായിരിക്കും. അതുപോലെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, ഞാൻ ചില അന്യരാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. പിന്നീട് ഞാൻ എന്റെ ജോലി അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. അവിടെ ചെന്ന് എന്റെ ജോലി ഞാൻ അവസാനിപ്പിച്ചില്ല, മറിച്ച് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞു, അല്ലയോ അബ്ദുഷുക്കൂർ, ഇനി ഞാൻ മുന്നോട്ട് പോകും. പിന്നീട് യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നീ തൗഹീദിനെ സ്ഥാപിച്ചോ, ഷിർക്കിനെ തുടച്ചു നീക്കിയോ, ഇസ്ലാമിനെയും ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അധ്യാപനങ്ങൾ ഹൃദയത്തിൽ രൂഢമൂലമാക്കിയോ എന്ന് നോക്കുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ അള്ളാഹു ഇറക്കിയ കലാമിൽ അതിൽ ഈ കാര്യങ്ങളിലേക്കുള്ള സൂചനകളാണ് ഉണ്ടായിരുന്നത്. അവൻ ഭൂമിയുടെ കോണുകളോളം പ്രസിദ്ധിയാർജിക്കും. അതായത് തബ്ലീഗിന്റെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കും. നാം കാണുന്നു, ഈ പ്രവചനവും തീർച്ചയായും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രൗഢിയോടുകൂടി പുലരുകയുണ്ടായി. അതുപോലെ അങ്ങയുടെ ഈ സുദീർഘമായ സ്വപ്നത്തിൽ മുസ്ലിം മൗഊദിനെ കുറിച്ചുള്ള പ്രവചനത്തോട് താദാത്മ്യം പുലർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിവിധ രൂപത്തിൽ അദ്ദേഹത്തിന് കാണിക്കപ്പെട്ടു സ്വപ്നത്തിൽ. ഏതായിരുന്നാലും ഇനി ഞാൻ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നതിന് പകരം ഹദ്റത്ത് മുസ്ലിം മൗഊദ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സംഭവങ്ങൾ ഈ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിവരിച്ചിട്ടുണ്ട്. അത് എപ്രകാരമാണ് അങ്ങയുടെ കാലഘട്ടവുമായി ബന്ധം വെക്കുന്നത്, ഈ പ്രവചനത്തെ പൂർത്തിയാക്കുന്ന സംഭവങ്ങൾ എങ്ങനെ സംഭവിച്ചു, അത് ചുരുങ്ങിയ നിലയിൽ പരാമർശിക്കുന്നതായിരിക്കും. അവിടുന്ന് പറയുന്നു, ആളുകൾ പറയുമായിരുന്നു, ഇവൻ കുട്ടിയാണ്. ആ കാലഘട്ടത്തിൽ അള്ളാഹു ഖിലാഫത്തിന്റെ സ്ഥാനത്ത് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അതിനെക്കുറിച്ചും പ്രവചനത്തിൽ സൂചനയുണ്ടായിരുന്നു. അവൻ വളരെ വളരെ വേഗത്തിൽ വളരുന്നതായിരിക്കും. പിന്നീട് അവിടുന്ന് ഒരു സംഭവം വിവരിച്ചു. ഒരിക്കൽ ഞാൻ ഹസ്രത്ത് അമ്മാജാൻ റളിയല്ലാഹു തആല അൻഹായുടെ മുറിയിൽ നമസ്കാരത്തിന്റെ കാത്തിരിപ്പിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മുറി പള്ളിക്ക് ചേർന്നായിരുന്നു. എനിക്ക് പള്ളിയിൽ നിന്ന് ഉയർന്ന ശബ്ദം കേൾക്കാൻ സാധിച്ചു. അതിൽ ഒന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി സാഹിബിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറയുകയായിരുന്നു, ഒരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്ന് ജമാഅത്തിനെ തകർക്കുകയാണോ? കുഴപ്പം ഒരു കുട്ടി വേണ്ടിയാണോ ഉണ്ടാക്കുന്നത്? പറയുന്നു, എനിക്ക് അത്ഭുതം തോന്നി. ആ കുട്ടി ആരാണ്? അവസാനം പള്ളിയിൽ ചെന്ന് ഞാൻ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ആ കുട്ടി ആരാണ്? ആ സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുട്ടി നീ തന്നെയാണ്. പറയുന്നു, എതിരാളികളുടെ ഈ വാക്കുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമിനെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. അതായത് അവൻ വളരെ പെട്ടെന്ന് വളരും. അദ്ദേഹം പറയുന്നു, അള്ളാഹു എന്നെ ഇത്ര എളുപ്പം വലുതാക്കി. ശത്രുക്കൾ അത്ഭുത പരതന്ത്രരായി. കാരണം ഏതാനും മുമ്പ് വരെ എന്നെ കുട്ടി എന്ന് വിളിച്ചിരുന്നവർ ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്നെ ഒരു തന്ത്രശാലിയും പരിചയസമ്പന്നനും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ദുഷിച്ചു പറയാൻ തുടങ്ങി. അവര് മാറിയപ്പോൾ, അഥവാ
കുട്ടിക്കാലത്ത് തന്നെ അള്ളാഹു എന്റെ കൈകൾ കൊണ്ട് ജമാഅത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നവർക്ക് പരാജയം നൽകി. പറയുന്നു, ആളുകൾ എന്നെ കുട്ടിയായി കരുതിയിരുന്നിട്ടും ഞാൻ യഥാർത്ഥത്തിൽ കുട്ടിയായിരുന്നിട്ടും അള്ളാഹു 25-ാമത്തെ വയസ്സിൽ എന്നെ ഒരു ഭരണത്തിൽ അവരോധിച്ചു. ആ ഭരണവും ആത്മീയ ഭരണം. ഭൗതിക ഭരണത്തിൽ രാജാവിന്റെ പക്കൽ വാളുണ്ടാകും, ശക്തിയുണ്ടാകും, സംഘം ഉണ്ടാകും, സൈന്യം ഉണ്ടാകും, ജർണൽ ഉണ്ടാകും, ജയിലറകൾ ഉണ്ടാകും, ഖസാന ഉണ്ടാകും. അദ്ദേഹം ആരെയാണോ ആഗ്രഹിക്കുന്നത് അയാളെ പിടിച്ച് ശിക്ഷ നൽകാൻ സാധിക്കും. എന്നാൽ ആത്മീയ ഭരണത്തിൽ ആരാണോ ഇച്ഛിക്കുന്നത് അവർ വിശ്വസിക്കുന്നു, ആരാണോ ഇച്ഛിക്കുന്നത് അവർ നിഷേധിക്കുന്നു. ശക്തിയുടെ ഒരു ചോദ്യം തന്നെ ഉയരുന്നില്ല. പിന്നീട് അള്ളാഹു ആത്മീയ ഭരണത്തിൽ ഈ ഒരവസ്ഥയിലാണ് നിയോഗിച്ചത്. അപ്പോൾ ഖസാനയിൽ ഏതാനും അണകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഏതാനും പൈസ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് രൂപയുടെ കടം ഉണ്ടായിരുന്നു. പിന്നീട് അള്ളാഹു ഈ ജോലി ഈ ഒരവസ്ഥയിലാണ് ഏൽപ്പിച്ചത്. ജമാഅത്തിലെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഏകദേശം എല്ലാവരും എതിരാളികളായിരുന്നു. ഇത്രമാത്രം എതിരാളികളായിരുന്നു. അവരിൽ ഒരാൾ മദ്രസ ഹൈസ്കൂളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, എന്നാൽ അടുത്തു തന്നെ ഈ കെട്ടിടങ്ങൾ ക്രിസ്ത്യാനികൾ പിടിച്ചടക്കുന്നത് നിങ്ങൾ കാണും. ഈ ഒരു 25 വയസ്സുള്ള ആൺകുട്ടി, അവനു മുമ്പിൽ എല്ലാ പ്രത്യക്ഷ സാധന സാമഗ്രികളും എതിരായി നിൽക്കുകയായിരുന്നു. ഖസാനയില്ല, പരിചയസമ്പന്നരായ പ്രവർത്തകരില്ല. മൈതാനം ശത്രുക്കളുടെ അധീനതയിലായിരുന്നു. അവർ സന്തോഷം കൊണ്ടാടുകയായിരുന്നു. അടുത്തു തന്നെ ഇവിടം ക്രിസ്ത്യാനികൾ കീഴടക്കും. ആർക്കാണോ ഭരണം നൽകപ്പെട്ടത് അതിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നത്, അയാളുടെ ദിവസങ്ങൾ അധപ്പതനത്തിലും വീഴ്ചയിലും കഴിഞ്ഞു പോകും. അയാൾ നിന്ദ്യതയും അപമാനവും കാണും. ഒരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കും, അത്തരം അവസ്ഥയിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും. എന്നാൽ ആ ദിവസം പോയി, ഇന്നത്തെ ദിവസം വന്നു. കാണുന്നവർ കാണുന്നു, ജമാഅത്തിന്റെ അംഗസംഖ്യ ആ സമയത്തുണ്ടായിരുന്നത്, അതായത് എന്നെ ഏൽപ്പിച്ചപ്പോൾ, ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിന്റെ അനേകം ഇരട്ടിയുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിലാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം എത്തിയിരുന്നത്, ഇന്ന് അതിനേക്കാൾ അനേകം ഇരട്ടി രാജ്യങ്ങളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരെത്തിയിരിക്കുന്നു. ഏതൊരു ഖസാനയിലാണോ വെറും 18 അണ മാത്രം ഉണ്ടായിരുന്നത്, ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഇന്ന് അവിടെ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അന്ന് ആ കാലത്ത് പറയുന്നു, ഇന്ന് ഞാൻ അഥവാ മരിച്ചുപോയാലും അപ്പോൾ ഖസാനയിൽ ലക്ഷക്കണക്കിന് രൂപ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഈ ഉമ്മത്തിന്റെ സഹായത്തിനായി എനിക്ക് ലഭിച്ചതിനേക്കാൾ ഗ്രന്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും പോവുക, അതായത് ലിറ്ററേച്ചർ. ഞാൻ ജമാഅത്തിന്റെ സേവനത്തിനായി എന്നെ അള്ളാഹു ഖിലാഫത്തിന്റെ സ്ഥാനത്ത് നിയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അറിവ് ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും പോവുക. ആ അള്ളാഹു ആരാണോ അവൻ വളരെ വേഗം വളരും എന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ തണൽ അവന്റെ തലക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത്, ആ പ്രവചനം ഇത്ര മഹത്തായ നിലയിൽ പുലർന്നു, ശത്രുക്കളിൽ ശത്രുവിന് പോലും അതിനെ നിഷേധിക്കാനാവുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവചനത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു. ഞാൻ തുടക്കത്തിൽ ഉദ്ധരണിയിൽ കേൾപ്പിച്ചതുപോലെ ഇത് പ്രവചനം അല്ല, മറിച്ച് അതിമഹത്തായ അടയാളമാണ്. ആ ആൺകുട്ടിയുടെ ജനം 9 വർഷത്തിനുള്ളിലാണ് ഉണ്ടായിരിക്കുക എന്നതും ആ പ്രവചനത്തിലെ വാക്കുകളാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, 9 വർഷത്തെ കാലയളവ് സ്വയം താൻ ജീവിച്ചിരിക്കും എന്ന് പോലും പറയാൻ സാധ്യമല്ല. ആ കാലയളപ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള സന്താനങ്ങൾ ഉണ്ടാകും എന്നും വെറുതെ പറയാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ആൺകുട്ടി ജനിക്കുമെന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച നിലയിൽ വിശ്വസിക്കാൻ സാധിക്കുക. പിന്നീട് കുട്ടി മാത്രമല്ല ജനിക്കേണ്ടിയിരുന്നത്, ആ കുട്ടി ഇസ്ലാമിന്റെ പ്രൗഢിക്കും പ്രതാപത്തിനും കാരണമായി മാറും. ഇതായിരുന്നു പ്രവചനം. ആ കാലഘട്ടം എന്തായിരുന്നു? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശത്രുക്കൾ 4 ഭാഗത്തു നിന്നും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവിടുന്ന് ഇൽഹാമുണ്ട് എന്ന് വാദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇൽഹാം എനിക്കുണ്ടാകുന്നുണ്ട്. മുജദ്ദിദിയത്തിന്റെ വാദം ഉണ്ടായിരുന്നില്ല, ദൈവനിയോഗിതൻ എന്ന വാദവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു പുത്രനെ കുറിച്ചുള്ള പ്രവചനം, അതും ഉന്നത ഗുണങ്ങളോടുകൂടിയുള്ള പുത്രനെ കുറിച്ച് അവിടുന്ന് വിവരിച്ചു. അതത് മുസ്ലിം മൗദ് പറയുകയാണ്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അസിസ്റ്റന്റിന്റെ പ്രസിദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, അയാളുടെ യജമാനനും നേതാവിന്റെയും പ്രസിദ്ധി കൂടിയാണത്. അള്ളാഹു പ്രവചനത്തിൽ ഇത് പറഞ്ഞപ്പോൾ അവൻ ഭൂമിയുടെ കോണുകളോളം പ്രസിദ്ധിയാർജിക്കും, അതിന്റെ അർത്ഥം ഇതായിരുന്നു. അത് മുഖേന ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നാമങ്ങൾ ലോകത്തിന്റെ കോണുകളോളം എത്തുന്നതാണ്. നോക്കൂ, ഈ പ്രവചനം എത്ര വ്യക്തമാണ്. മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമായിരുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ പ്രാധാന്യം വിവരിക്കാൻ സാധിക്കുമായിരുന്ന ഒരു രാജ്യം. കാരണം 2 ശുഹദാക്കൾ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം വിവരിക്കണമായിരുന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം എത്തിയ രാജ്യങ്ങളിൽ, മറ്റു രാജ്യങ്ങളിൽ കേവലം ഉയർന്നു പൊങ്ങിയൊരു വാർത്ത മാത്രമായിരുന്നു, അഥവാ എതിരാളികൾ പ്രചരിപ്പിച്ചതായിരുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈകളിൽ ഒരു ഗ്രന്ഥം എത്തുമായിരുന്നു, അയാൾ അത് മറ്റൊരാൾക്ക് കാണിച്ചു. വ്യവസ്ഥാപിതമായ നിലയിൽ ജമാഅത്ത് ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. ഖാജ കമാലുദ്ദീൻ സാഹിബ് ഇംഗ്ലണ്ടിൽ പോയിരുന്നു, ഇവിടെ വന്നിരുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ജമാഅത്തിന്റെയും പേര് പറയുന്നതിന് കുറിച്ച് പറഞ്ഞിരുന്നത് അത് വിഷം കഴിക്കുന്ന തുല്യമാണ് എന്നായിരുന്നു. അതുകൊണ്ട് ജമാഅത്തിന്റെയും ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പേര് പറയേണ്ടതില്ല. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധി ഉണ്ടായി എങ്കിൽ ഖ്വാജ സാഹിബിനാണ് പ്രസിദ്ധി ഉണ്ടായത്. ഹസ്രത്ത് ജമാഅത്തിന്റെയോ ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയോ പ്രസിദ്ധി ഉണ്ടായില്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു ഖലീഫയാക്കിയപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടുന്ന് പറയുന്നു, സുമാത്രയിലും ജാവയിലും സ്റ്റേറ്റ് സെറ്റ്മെന്റിലും ചൈനയിലും അഹമ്മദിയത്ത് വ്യാപിച്ചു. മൗറീഷ്യസിലും ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലും അഹമ്മദിയത്ത് വ്യാപിച്ചു. മിസ്രിലും ഫലസ്തീനിലും ഇറാനിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലെ അനേകം രാജ്യങ്ങളിൽ അഹമ്മദിയത്ത് വ്യാപിച്ചു. ചില സ്ഥലങ്ങളിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്നെ ജമാഅത്തിന്റെ അംഗസംഖ്യ ആയിരക്കണക്കിനായി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിനായി. പിന്നീട് ഈ പ്രവചനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വാർത്തയും ഉണ്ടായിരുന്നു, അദ്ദേഹം ആത്മീയവും ഭൗതികവുമായ അറിവ് കൊണ്ട് നിറക്കപ്പെടും. അവിടുന്ന് പറയുന്നു, ഞാൻ വാദം ഉന്നയിക്കുന്ന സ്വഭാവക്കാരനല്ല, എന്നിരുന്നാലും ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനും എനിക്ക് സാധ്യമല്ല. ഇസ്ലാമിന് നേരിടേണ്ടി വന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ, അതിൽ വെളിച്ചം വീശുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അള്ളാഹു അവയെ സംബന്ധിച്ച് എന്റെ നാവിൽ നിന്നും എന്റെ തൂലികയിൽ നിന്നും വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നു എനിക്ക് വാദം എന്ന നിലയിൽ പറയാൻ സാധിക്കും. ആ ലിഖിതങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിന്റെ തബ്ലീഗ് ലോകത്ത് നടത്താൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഈ കാലഘട്ടത്തിന് അനുസരിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഏതുവരെ അതിന്റെ വിശദീകരണം മറ്റ് ആയത്തുകൾ കൊണ്ട് നൽകുന്നില്ലയോ. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം ആണ്. അവൻ ഞാൻ മുഖേന ഈ പ്രയാസങ്ങൾ പരിഹരിച്ചു. അവിടുന്ന് പറയുന്നു, ഇസ്ലാം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ബലഹീനതയുടെയും ദുർബലതയുടെയും കാലഘട്ടമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വീണ്ടും അള്ളാഹു ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഇന്ന് ചെയ്യപ്പെടുന്നത് പോലുള്ള സാംസ്കാരിക ആക്രമണങ്ങൾ നടത്തപ്പെട്ടിരുന്നില്ല. അള്ളാഹു പ്രവചനമനുസരിച്ച് ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു വ്യക്തിയെ തന്റെ കലാമുകൊണ്ട് അനുഗ്രഹിക്കണം. അദ്ദേഹം റൂഹുല്ലക്കിന്റെ അനുഗ്രഹമുള്ള ആളായിരിക്കും, അതല്ലെങ്കിൽ അത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. അദ്ദേഹം ആത്മീയവും ഭൗതികവുമായ അറിവിനാൽ നിറക്കപ്പെട്ടതായിരിക്കും. അത് ശത്രുക്കളുടെ ഈ സാംസ്കാരിക ആക്രമണങ്ങളെ അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശദീകരണങ്ങളുടെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കപ്പെട്ട വിശദീകരണങ്ങളുടെയും വിശുദ്ധ ഖുർആന്റെ ഉദ്ദേശം അനുസരിച്ച് ദൂരീകരിക്കപ്പെടും. അങ്ങനെ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു തന്റെ ജോലി ചെയ്തു. എന്റെ ലിഖിതങ്ങളിൽ തന്റെ സീൽ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി.
ഏതുവരെ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടില്ലയോ അതുവരെ ഞാൻ നിശബ്ദനായിരുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമല്ല നിർദ്ദേശിക്കുകയുണ്ടായി, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഞാനിത് പറയുന്നു, ഈ പ്രവചനം എല്ലാ നിലയിലും എന്നിൽ പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, അള്ളാഹു എന്നോട് പറയുക എന്ന് മാത്രമല്ല നിർദ്ദേശിച്ചത്, മറിച്ച് തന്റെ അനുഗ്രഹം കൊണ്ട് അത്തരം സാഹചര്യം സംജാതമാക്കി. അത് ഈ പ്രവചനത്തിന്റെ സത്യസാക്ഷ്യത്തിനായി ഒരു തെളിവാണ്. ഏതുപോലെ ആകാശത്തിൽ ചന്ദ്രൻ തെളിയിക്കുമ്പോൾ അള്ളാഹു അതിനു ചുറ്റും നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് സ്വപ്നം ഉണ്ടായി. അതിൽ ഞാൻ കണ്ട ഈ സ്വപ്നത്തിലെ വിഷയം ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ എന്റെ സ്വപ്നത്തിന് ശേഷം ഒരു സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ലത്തീഫ് സാഹിബ് എനിക്കെഴുതി പറഞ്ഞു, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഒരു മലക്ക് എന്റെ പേര് എടുത്തുകൊണ്ട് പറയുകയാണ്. അമ്പിയാക്കളുടെയും മുർസലിങ്ങളുടെയും കൂടെ ഇദ്ദേഹത്തിന്റെ പേരും പറയപ്പെടും. അമ്പിയാക്കളും റുസുലുകളും ഒപ്പം ചേർന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അതിനെക്കുറിച്ച് ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനത്തിലും സൂചനയുണ്ട്. അദ്ദേഹം മസീഹിന് സദൃശനായിരിക്കും. അതായത് ഹദരത്ത് മസീഹ് അലൈഹിസ്സലാം നബിയും റസൂലുമാണ്. അദ്ദേഹത്തോടൊപ്പം എന്റെ പേരും പറയപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് എഴുതി, ഞാൻ സ്വപ്നത്തിൽ കണ്ടു താങ്കൾ മിനാരത്തിൽ നിന്നുകൊണ്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നത് ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ പെട്ട ഇൽഹാമാണ്. മിനാരത്തിൽ നിന്ന് ഈ ഇൽഹാം പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, അള്ളാഹു അഹ്മദിയത്തിന്റെ തബ്ലീഗ് എന്നിലൂടെ സുദൃഢമാക്കും. അങ്ങനെ നേരത്തെ വിവരിച്ചതുപോലെ എപ്രകാരമാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾ വിശാലമായ നിലയിൽ നടന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവിടുന്ന് തന്റെ ഏതാനും സ്വപ്നങ്ങളും ഇൽഹാമും തന്റെ പിന്തുണക്കായി വിരിച്ചു. പറയുന്നു, അള്ളാഹു എന്നെ തന്റെ വഹി കൊണ്ട് അനുഗ്രഹിച്ചു. അതുപോലെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനത്തിലുള്ള ജോലിക്കായി അവൻ എന്നെ തയ്യാറാക്കി. അതായത് ഇപ്രകാരമാണ് എനിക്കൊരു സ്വപ്നമുണ്ടായി. അത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കാലത്തോ അതോ ഒന്നാം ഖിലാഫത്തിന്റെ തുടക്കത്തിലോ ഞാൻ കണ്ടതായിരുന്നു. ആ സ്വപ്നം ഞാൻ അപ്പോൾ തന്നെ മേജർ സയ്യദ് ഹബീബുല്ല ഷാ സാഹിബ്, ഹാൾ സൂപ്രണ്ടന്റ് സെൻട്രൽ ജയിൽ ലാഹോറിനും മറ്റു സഹോദരന്മാർക്കും കേൾപ്പിച്ചു. പറയുന്നു, ഏതാനും ദിവസമായി അദ്ദേഹം സ്വയം എന്നോട് ആ സ്വപ്നത്തെ കുറിച്ച് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ മദ്രസ അഹമ്മദിയയിലാണ്. ആ സ്ഥലത്ത് തന്നെ മൗലവി മുഹമ്മദ് അലി സാഹിബ് നിൽക്കുന്നുണ്ട്. ഇത്രയും ആയപ്പോഴേക്കും ഷേഖ് റഹ്മത്തുള്ള സാഹിബ് വന്നു. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടുകൊണ്ട് പറഞ്ഞു, വരൂ മത്സരിക്കാം. താങ്കളുടെ ഉയരമാണോ കൂടുതൽ അതോ മൗലവി മുഹമ്മദ് അലി സാഹിബിന്റേതാണോ? ഞാൻ ഈ മത്സരത്തിൽ അല്പം അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ വലിച്ച് ആ സ്ഥലത്തേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോയി. എവിടെയാണോ മൗലവി മുഹമ്മദ് സാഹിബ് നിന്നിരുന്നത്, ശരിക്കും മുഹമ്മദ് അലി സാഹിബ് ഉയരത്തിൽ എന്നേക്കാൾ കുറവല്ല, മറിച്ച് അല്പസ്വല്പം കൂടുതലാണ്. എന്നാൽ ഷേഖ് സാഹിബ് എന്നെയും അദ്ദേഹത്തെയും അടുത്തടുത്ത് നിർത്തിയപ്പോൾ അദ്ദേഹം നിയന്ത്രണാതീതനായി പറഞ്ഞു. അതായത് ഷേഖ് സാഹിബ് പറഞ്ഞു, ഞാൻ വിചാരിച്ചിരുന്നു മൗലവി സാഹിബാണ് ഉയരം എന്ന്, എന്നാൽ നീളമുള്ള ആളായി താങ്കൾ മാറി. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അദ്ദേഹത്തിന്റെ തല വളരെ പ്രയാസപ്പെട്ട് നെഞ്ചുവരെ എത്തിയിരിക്കുന്നു. പിന്നീട് ഷേഖ് റഹ്മത്തുള്ള സാഹിബ് ഒരു മേശ കൊണ്ടുവന്നു. അതിൽ അദ്ദേഹത്തെ നിർത്തി. എന്നിട്ടും അദ്ദേഹം എന്നേക്കാൾ ചെറുതായി തന്നെ നിന്നു. അതിനുശേഷം അദ്ദേഹം ആ മേശക്ക് പുറത്ത് ഒരു സ്റ്റൂൾ വെച്ചു.
അതിന്മേൽ മൗലവി സാഹിബിനെ നിർത്തി. എന്നിട്ടും മൗലവി സാഹിബ് എന്നേക്കാൾ ചെറുതായി. അവസാനം അദ്ദേഹം മൗലവി സാഹിബിനെ ഉയർത്തി എന്റെ തലക്കൊപ്പം എത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം പിന്നെയും താഴെ തന്നെയായി. എന്നല്ല കൂടുതലായി അദ്ദേഹത്തിന്റെ കാലുകൾ വിറയാൻ തുടങ്ങി. അവസാനം അദ്ദേഹം മൗലവി സാഹിബിനെ ഉയർത്തി എന്റെ തലക്കൊപ്പം എത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം പിന്നെയും താഴെ തന്നെയായി. എന്നല്ല കൂടുതലായി അദ്ദേഹത്തിന്റെ കാലുകൾ വായുവിൽ തൂങ്ങിക്കിടന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹം എനിക്ക് എതിരിൽ ഒരു കുട്ടിയെപ്പോലെയായി തീർന്നു. പ്രയാസപ്പെട്ട് എന്റെ കാൽമുട്ടുകൾ വരെ മാത്രം എത്തുമായിരുന്നു. നോക്കൂ, ഇതിൽ ഏതു വിധത്തിലാണ് ഈ എല്ലാ മത്സരങ്ങളെക്കുറിച്ചും പിന്നീട് അതിന്റെ പര്യവസാനത്തെ കുറിച്ചും വർണ്ണന നൽകിയിരിക്കുന്നത്. അതായത് മൗലവി മുഹമ്മദ് അലി സാഹിബുമായി നടക്കുന്നതിനെ കുറിച്ച്. ഇത് ഒന്നാം ഖിലാഫത്തിന്റെ ആരംഭത്തിലുള്ള സ്വപ്നമാണ്. ആ സമയത്ത് ജമാഅത്തുൽ ഖാജ കമാലുദ്ദീൻ സാഹിബാണ് തല ഉയർത്തുന്നത്. മൗലവി മുഹമ്മദ് അലി സാഹിബ് ആയിരുന്നില്ല. എന്നാൽ അള്ളാഹു ഇത് അത്ഭുതകരമായ രീതിയിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന കാലങ്ങളുടെ ചിത്രം കോറിയിട്ടു. നോക്കുക, മൗലവി മുഹമ്മദ് സാഹിബ് എനിക്കെതിരിൽ ഇത്രമാത്രം താഴെയായി. അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും ഈ കാര്യം സ്ഥാപിക്കുന്നതിലാണ് ചെലവഴിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ അള്ളാഹുവിന്റെ വന്യർ ആരാണോ ചെറുതായിട്ടുള്ളത് അവരായിരിക്കും. ആദ്യം പറയുകയായിരുന്നു, ഞങ്ങൾ 95% ഉണ്ട്, ഇവർ 4-5% മാത്രമാണുള്ളത്. ജമാഅത്തിൽ ഭൂരിപക്ഷം ഒരിക്കലും മാർഗഭംശത്തിന് കാരണമാവുകയില്ല. ഇതാണ് മൗലവി സാഹിബ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ തീർച്ചയായും കാദിയാനിലെ ജമാഅത്ത് കൂടുതലാണ്, നാം കുറച്ചാണ്. എന്നാൽ ഇവരുടെ ഭൂരിപക്ഷം തന്നെ ഇവരുടെ കളവിന് തെളിവാണ്. കാരണം അള്ളാഹു പറയുന്നു, എന്റെ യഥാർത്ഥ ദാസന്മാരെ കുറിച്ച് കുറച്ചുപേരായിരിക്കും. ഈ സ്വപ്നത്തിൽ പറഞ്ഞത് തന്നെ അതേ ചിത്രം തന്നെയാണ്. അത്ഭുതം, അദ്ദേഹം ഇത്രമാത്രം ചെറുതായി. അദ്ദേഹത്തിന് തന്റെ ചെറുതാകൽ മാത്രമേ തന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവായി കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നീട് മറ്റൊരു സ്വപ്നത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അല്ല ഇൽഹാം പറയുന്നു, ജമാഅത്തിൽ ഭിന്നത ഉണ്ടായപ്പോൾ അള്ളാഹു എന്നോട് ഇൽഹാമിലൂടെ പറഞ്ഞു, ലനുമസ്സിക്കഹും, നാം അവരെ കഷ്ണം കഷ്ണമാക്കും. ആ സമയത്ത് ഇവർ തങ്ങളെ 95% എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു അവരെ ഈ പ്രവചനപ്രകാരം കഷ്ണം കഷ്ണമാക്കി. അങ്ങനെ ഖാജ കമാലുദ്ദീൻ സാഹിബ് തന്റെ മരണത്തിന് മുമ്പ് എഴുതി, മിർസ മഹ്മൂദ് നമ്മെക്കുറിച്ച് തന്റെ ഇൽഹാം പ്രസിദ്ധീകരിച്ചിരുന്നത് അത് പൂർണ്ണമായും പൂർത്തിയായി. നാം യഥാർത്ഥത്തിൽ കഷ്ണം കഷ്ണമായി മാറി. അള്ളാഹു ഏതുപോലെ മുമ്പ് തന്നെ ഇൽഹാമിൽ അറിവ് നൽകിയിരുന്നത് പോലെ എനിക്കെതിരിൽ കഷ്ണം കഷ്ണമാക്കി മാറ്റപ്പെട്ടു. ഞാൻ അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് എന്നിൽ ഇറക്കിയ ദൈവിക വചനങ്ങളെ പറയുന്നു. ഇപ്പോൾ അല്പസ്വല്പം വിവരിക്കാം. ഇതുകൂടാതെ ചിലതും വിവരിച്ചു. പറയുന്നു, ഞാൻ ചുരുങ്ങിയത് അനുഗ്രഹം പ്രകടിപ്പിക്കുക എന്ന രൂപത്തിൽ ഒരു ചെറിയ പുസ്തകത്തിൽ അല്പം വിവരണത്തോടുകൂടി മറ്റു ചില ഇൽഹാമുകളും കശ്ഫുകളും സ്വപ്നങ്ങളും വിവരിക്കാം. ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. വളരെ വലിയൊരു പുസ്തകമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു അനേകം തവണ തന്റെ അദൃശ്യകാര്യങ്ങൾ എന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവചനത്തെ സാക്ഷ്യപ്പെടുത്തി. മുസ്ലിം മൗഊദ് അള്ളാഹുവിന്റെ റൂഹുൽ ഹക്ക് കൊണ്ട് അനുഗ്രഹീതനായിരിക്കും. ഇത് അള്ളാഹുവിന്റെ അടയാളമാണ്. അതവൻ എന്നിൽ പ്രകടിപ്പിച്ചതാണ്. ഇവർ ചോദിക്കുന്നു, സുഹൃത്തുക്കൾ മുമ്പും എന്നെ ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എന്താണ് ഇതിലുള്ള ഹിക്മത്ത്? ഞാൻ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന വാദം ഇപ്പോഴാണ് ഉന്നയിച്ചത്. ഇതിലുള്ള ഹിക്മത്ത് എന്താണ്? ഞാൻ പറഞ്ഞു, ഇതിലുള്ള ഹിക്മത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്. മാ കാനല്ലാഹു ലിയുദിയ ഈമാനക്കും, അല്ലാഹു നബിയുടെ നിയോഗത്തിനു ശേഷം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന നിയോഗിതൻ അല്ലാഹു അവൻ സ്ഥാപിച്ച ജമാഅത്ത് കുഫറിന് ഇരയാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഈമാൻ പഴകിപ്പോകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല.
അതുകൊണ്ട് അവൻ ഇത്തരം സാഹചര്യം ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം അദ്ദേഹത്തെ വാഗ്ദത്ത പുരുഷനായി അംഗീകരിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. ആളുകൾ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനം എന്നിൽ പൂർത്തിയാകുന്നതായി കണ്ടു. അപ്പോൾ ഈമാനിലും യഖീനിലും പൂർണ്ണരായി കൂടുതൽ പൂർണ്ണത കൈവരിച്ചു. അവർക്ക് ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലും കൂടുതൽ വിശ്വാസം വർദ്ധിച്ചു. എന്റെ ഭാഗത്ത് നിന്ന് പിന്നീടും ജമാഅത്ത് മുമ്പ് തന്നെയും എന്നെ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കണ്ടതിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഇതായിരുന്നു: അള്ളാഹു വിശ്വാസികളെ കുഫ്രിന്റെയും ഇസ്ലാമിന്റെയും പരീക്ഷണത്തിലിട്ട് അവരുടെ ഈമാനെ പാഴാക്കിക്കളയാൻ തയ്യാറാക്കുകയില്ല. തന്റെ ജമാഅത്തിനുമേൽ 2 മരണം നൽകാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത്തെ മരണം ആളുകൾ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചപ്പോഴായിരുന്നു. അവർ മസീഹ മൗഊദിനെ വ്യാജരാക്കി. പിന്നീട് അള്ളാഹു അവരുടെ ഏതെല്ലാമോ നന്മയുടെ ഫലമായി കാരുണ്യം ചെയ്തുകൊണ്ട് അവരെ ജീവിപ്പിച്ചു. അങ്ങനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ അവരെ ഉൾപ്പെടുത്തി. അവർ ബന്ധുക്കളെ ഉപേക്ഷിച്ചു, പ്രയാസങ്ങൾ സഹിച്ചു, എന്നാൽ തന്റെ ഈമാനെ സുരക്ഷിതമാക്കി. അതിനുശേഷം ഈ പരീക്ഷണത്തിലൂടെ കടന്നുപോയ ആളുകളിലൂടെ ജീവിതത്തിൽ അള്ളാഹു അത്തരം ഒരു വാഗ്ദാനം ചെയ്ത ആളെ അയക്കും എന്ന് ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവ് അദ്ദേഹത്തിന്റെ വാദത്തിന് ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് പ്രകടമാവുക എന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: വിശ്വാസികളെ വീണ്ടും കുഫ്രിന്റെയും നിഷേധത്തിന്റെയും പടുകുഴിയിലേക്ക് വീഴ്ത്തുക എന്നതാണ്. സഹാബാക്കളെ വീണ്ടും കാഫിറും നിഷേധിയുമാക്കി മാറ്റും. ജമാഅത്തും പരീക്ഷണത്തിലകപ്പെടും. ഇത് അല്ലാഹുവിന്റെ സുന്നത്തിനെതിരാണ്. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം തയ്യാറാക്കിയ ജമാഅത്തിന്റെ ജീവിതത്തിൽ തന്നെ മുസ്ലിം മൗഊദ് വരണമായിരുന്നു. അതായത് ആരാണോ സഹാബാക്കളുടെ കാലത്ത് തന്നെ വരേണ്ടിയിരുന്നത്. അതിനായി ഈ രീതി അവലംബിച്ചു. ആദ്യം അദ്ദേഹത്തെ ജമാഅത്തിന്റെ ഖലീഫയുമാക്കി അവരിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങിച്ചു. ആ പ്രവചനങ്ങളെ പൂർത്തിയാക്കുവാനുള്ള സംവിധാനം ഒരുക്കി. ഏതൊന്നാണോ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്, അങ്ങനെ യാഥാർത്ഥ്യം ജമാഅത്തിനുമേൽ വെളിച്ചം പോലെ വ്യക്തമായപ്പോൾ അദ്ദേഹത്തിനും, അതായത് ഖലീഫത്തുൽ മസീഹിനും മുസ്ലിം മൗഊദ് ആകുന്ന വ്യക്തിക്കും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആകാശീയ അറിയിപ്പുകളിലൂടെ അറിവ് നൽകി. ആകാശത്തിലെയും ഭൂമിയിലെയും സാക്ഷ്യം ഒരുമിച്ചു കൂടുന്നതിന് വേണ്ടി വിശ്വാസികളുടെ ജമാഅത്ത് കുഫ്രിന്റെയും നിഷേധത്തിന്റെയും അടയാളത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഈ കാലഘട്ടത്തിനും എല്ലാവരുടെയും ഈമാനെ സുരക്ഷിതമാക്കട്ടെ. എല്ലാ അഹമ്മദികളുടെയും ഈമാനെ സുരക്ഷിതമാക്കട്ടെ. കുഫ്രിന്റെയും നിഷേധത്തിന്റെയും പാടുകളിൽ നിന്ന് എപ്പോഴും സുരക്ഷിതമാക്കി വെക്കട്ടെ. ജമാഅത്ത് അംഗങ്ങൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മീയ ജ്ഞാന നിർഭരമായ ഗ്രന്ഥങ്ങളിൽ നിന്നും കൂടുതൽ പ്രയോജനം എടുക്കേണ്ടതാണ്. ഉറുദുവിൽ ഉണ്ട്, മറ്റു ഭാഷകളിലും ഉണ്ട്, സാഹിത്യങ്ങളുണ്ട്. അത് വായിക്കേണ്ടതാണ്. അള്ളാഹു ഇതിനും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് ബഹുമാനപ്പെട്ട സൂഫി നദീർ അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട മിയാ മുഹമ്മദ് അബ്ദുള്ള സാഹിബിന്റെ മകനാണ്. അദ്ദേഹം ജനുവരി 7 ജർമ്മനിയിൽ ഏകദേശം 93 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാർട്ടീഷന് മുമ്പ് ഇദ്ദേഹം സൈന്യത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പാർട്ടീഷന് ശേഷം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൽപ്പനയനുസരിച്ച് സ്ഥാപിതമായ ഫുർഖാൻ ഫോഴ്സിൽ ഇൻസ്ട്രക്ടർ ആയി ഈ സേവനം ചെയ്തു. അതിനുശേഷം കുറച്ചു കാലം കറാച്ചിയിൽ ജോലി ചെയ്തു. പിന്നീട് സിന്ധ് സ്റ്റേറ്റിൽ താമസം ആരംഭിച്ചു. അവിടെ തന്റെ കച്ചവടം ആരംഭിച്ചു. അവിടെ നീണ്ടകാലം സെക്രട്ടറി മാലായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. പിന്നീട് അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം റബോയിലേക്ക് താമസം മാറ്റി. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇദ്ദേഹത്തോടൊപ്പം കച്ചവടത്തിൽ പങ്കാളിയായിരുന്നു. ഇദ്ദേഹം റബോയിൽ വന്നതുകൊണ്ട് സഹോദരന് ചില കച്ചവടപരമായ പ്രയാസങ്ങൾ നേരിട്ടു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ സിന്ധിൽ വന്നാലും. എന്നാൽ ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ റബോയിൽ വന്നിരിക്കുകയാണ്, ഇനി ഇവിടെ തന്നെ താമസിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സമക്ഷത്തിൽ എഴുതി, എന്റെ സഹോദരൻ തിരിച്ച് സിന്ധിൽ വരാൻ ഉപദേശിച്ചാലും. അങ്ങനെ ഹുസൂർ റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തോട് സിന്ധിൽ പോകാൻ ഉപദേശിച്ചു. റബോയിലെ മുഹല്ലയുടെ സദർ ജമാഅത്തും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹുസൂർ, ഇദ്ദേഹം ഞങ്ങളുടെ വളരെ മുഖ്ലിസായ ഒരു അംഗമാണ്. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞു, സിന്ധിലും നമുക്ക് മുഖ്ലിസായ അംഗങ്ങളുടെ ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ച് സിന്ധിൽ പോയി. പോകാനൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, കേവലം ഖലീഫത്തുൽ മസീഹിന്റെ നിർദ്ദേശത്തിന് ലബൈക്ക് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്റെ
റബോയിലെ കച്ചവടം നിർത്തി കുടുംബത്തെ അവിടെ നിർത്തിപ്പോയി. ഒരു ദീർഘകാലം സിന്ധിൽ കഴിച്ചുകൂട്ടിയതിനു ശേഷം അദ്ദേഹം വീണ്ടും റബോയിൽ വന്നു. സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ വിവിധ വകുപ്പുകളിൽ സന്നദ്ധ സേവനം എന്ന നിലയിൽ ജോലി ചെയ്തു. റബോയിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിലും ദീർഘകാലം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. 1986 ജർമ്മനിയിലേക്ക് താമസം മാറി. മരണം വരെ ജർമ്മനിയിൽ തന്നെ ജീവിച്ചു. ജർമ്മനിയിൽ ജമാഅത്തിന്റെ സദറായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. മജ്ലിസ് അൻസാറുള്ളയുടെ കീഴിലുള്ള 4 റീജനുകളിൽ ഒരു റീജന് നാസിം ഇലാഖയായി സേവനം ചെയ്തുകൊണ്ടിരുന്നു. നാസിം ഇലാഖ എന്ന നിലയിൽ ഖിലാഫത്തെ റാബിയയുടെ കാലത്ത് അദ്ദേഹത്തിന് 1-ാം സ്ഥാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും ഉണ്ട്. 2 ആൺകുട്ടികൾ ജലാൽ ഷംസ് സാഹിബും മുനീർ അഹമ്മദ് ജാവേദ് സാഹിബും വഖഫെ സിന്ദഗികളാണ്. ഒരു മരുമകൻ ഹനീഫ് മുഹമ്മദ് സാഹിബ് മുറബി സിൽസില നായിബ് നാസിർ ഇസ്ലാ ഉർഷാദാണ്. വഖഫെ സിന്ദഗിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ജലാൽ ഷംസ് സാഹിബ് എഴുതുന്നു. ഇവിടെയുള്ള ഡോക്ടർ ജലാൽ ഷംസ് സാഹിബ് ലിറ്ററേച്ചർ ഡെസ്കിന്റെ ഇൻചാർജാണ്. എപ്പോഴും ഈ ഒരു ശ്രമമാണ് ഉണ്ടായിരുന്നത്. കാലത്തിന്റെ ഖലീഫയുടെ പിന്നിൽ നമസ്കരിക്കണം ഉണ്ട് എങ്കിൽ ഇവിടെ വരുമ്പോഴും വളരെ വലിയ ഇബാദത്തുകൾ നടത്തുന്ന വ്യക്തിത്വമായിരുന്നു. ദുആ ചെയ്യുന്ന രീതിയും വളരെ മനോഹരമായിരുന്നു. ദുആ ചെയ്യുമ്പോൾ ഇത്രമാത്രം വേദന പ്രകടിപ്പിക്കുമായിരുന്നു. വിലാപങ്ങൾ ഈ വിധത്തിൽ ഉണ്ടാകുമായിരുന്നു. വികാരാവേശം തുളുമ്പി പുറത്തു വരുന്നത് പോലെ തോന്നുമായിരുന്നു. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിലപിക്കുന്നത് പ്രത്യേകമായ നിലയിൽ തോന്നുമായിരുന്നു. പറയുന്നു, ഇദ്ദേഹത്തിന്റെ സഹോദരൻ മുനീർ ജാവേദ് സാഹിബിന് 6 മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന് ന്യൂമോണിയ ഉണ്ടായി. രോഗിയായി. രക്ഷപ്പെടുക എന്നത് അസാധ്യമായി. ഡോക്ടർമാർ സാധ്യമല്ല എന്നുള്ള മറുപടി നൽകിയിരുന്നു. പറയുന്നു, ആ സമയത്ത് വളരെ വേദനയോടുകൂടി ദുആ ചെയ്തു. മാതാവും പിതാവും അള്ളാഹുവിന് വേണ്ടി കുട്ടിയെ വഖഫ് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അള്ളാഹു അവരുടെ ദുആ സ്വീകരിച്ചു. ഈ അവസ്ഥയിൽ തന്നെ അവരുടെ മാതാവ് പറഞ്ഞു, കുട്ടിയുടെ അവസ്ഥ മരണാസന്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ എവിടെയാണ് പോകുന്നത്? അത് ജമാഅത്തായ നമസ്കാരത്തിന് സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, ആർക്കാണോ ആരോഗ്യം നൽകാനുള്ള കഴിവുള്ളത് ആ അസ്തിത്വത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത്രയധികം അദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. സിന്ധിലും ജമാഅത്തിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവധിയിൽ പോയാൽ അവിടെ ജമാഅത്തിന് കുറച്ച് ഭൂമിയുണ്ട്. അവിടെ സേവനം അനുഷ്ഠിക്കുമായിരുന്നു. വസിയത്ത് വളരെ തുടക്കത്തിൽ തന്നെ സ്വയം ചെയ്തിരുന്നു. യുവാക്കളെ വസിയത്ത് ചെയ്യുന്നതിൽ പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു. വസിയത്ത് ഫോറം എപ്പോഴും കൂടെ വെക്കുമായിരുന്നു. ഉപദേശിക്കുമായിരുന്നു. അൽ വസിയത്ത് പുസ്തകം വായിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുക. എഴുതുന്നു, തന്റെ മക്കളിൽ, അതായത് 4 ആൺമക്കളിൽ 2 പേരെയും 2 പെൺമക്കളിൽ ഒരാളെയും, ആൺമക്കളെ വഖഫ് ചെയ്തു, പെൺകുട്ടിയെ വഖഫെ സിന്ദഗിക്ക് നൽകി. ഇദ്ദേഹത്തിന്റെ മകളാണെന്ന് തോന്നുന്നു. എഴുതിയിരിക്കുന്നു, വിശുദ്ധ ഖുർആന്റെ പാരായണം മുഴുവൻ ആയുസും അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ കുട്ടികളെയും തന്റെ പേരക്കുട്ടികളെയും നമസ്കാരവും ഖുർആൻ തിലാവത്തും ചെയ്യാൻ ഉപദേശിക്കുമായിരുന്നു. ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ശീലമായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നു, ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗ്രന്ഥം ഞാൻ 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. മകൾ പറയുന്നു, എന്നോടും ചോദിക്കുമായിരുന്നു, മസീഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? അനാചാരങ്ങളെ കഠിനമായി എതിർക്കുന്ന ആളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അനാചാരങ്ങൾ ഇല്ല എങ്കിലും അതിന്റെ അല്പമെങ്കിലും സൂചന അനുഭവപ്പെട്ടാൽ പ്രകൃതത്തിൽ പ്രയാസം അനുഭവിക്കുകയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുൽ വലിയ തവക്കലായിരുന്നു. അദ്ദേഹത്തിന് അവസാന രോഗം വളരെ ദീർഘമായിരുന്നു, പ്രയാസകരമായിരുന്നു. എന്നിരുന്നാലും വളരെയധികം ക്ഷമയോടും നന്ദിയോടും കൂടി കഴിച്ചുകൂടി. ഇദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നവരും കുട്ടികളും എല്ലാവരും പറയുന്നു, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ആത്മാവ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമായിരുന്നു അത്. ഈ വിധത്തിലാണ് ആരാധന നടത്തിയിരുന്നത്. ഖിലാഫത്തുമായും ഇദ്ദേഹത്തിന് വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയും വരുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്നതിന് കാത്തു നിൽക്കും, സലാം ചൊല്ലുന്നതിന് വേണ്ടി. ചിലപ്പോൾ കാത്തിരിപ്പ് വളരെയധികം നീണ്ടു കാണും, വലിയ പ്രായമായിട്ടും ബലഹീനത ഉണ്ടായിട്ടും. ഏതായാലും അള്ളാഹു ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ നൽകിയിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ മക്കളെയും ഇദ്ദേഹത്തിന്റെ ദുആയുടെ അവകാശികളാക്കി മാറ്റട്ടെ, ഇദ്ദേഹത്തിന്റെ നന്മയെ നിലനിർത്തുവാനുള്ള തൗഫീഖും ഇവർക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു
نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.